ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നിങ്ങളുടെ റയാൻ സാർ ആണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ കംപ്ലീറ്റ് ക്രാക്ക്, എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് സ്കോർ ബിസിനസ് സ്റ്റഡീസിൽ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ വിചാരിക്കും ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഒരുപാട് പഠിക്കാനുള്ള, കുറേ തിയററ്റിക്കൽ കൺസെപ്റ്റുകളുള്ള ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് എന്നുള്ളതായിരിക്കും നമ്മളൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഫുൾ മാർക്ക് എത്രയും പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് +2+1 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓരോ കൺസെപ്റ്റുകളും പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം അത് റിവൈസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലായിരിക്കണം ഓരോ ചാപ്റ്ററും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ കംപ്ലീറ്റ് സ്കോർ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് ക്രാക്ക് ദ ബിസിനസ്. നമുക്ക് ആ ബിസിനസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അങ്ങോട്ട് ക്രാക്ക് ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ് ആണ്. കുറേ തിയററ്റിക്കൽ നോളേജ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിയറി സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ബിസിനസ്സിനെ ട്രീറ്റ് ചെയ്ത മക്കളെ നമുക്കൊരു സങ്കടം ഉണ്ടാവും. കുറേ തിയററ്റിക്കൽ ആണല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എത്രങ്ങാനെ പഠിക്കാനുള്ള, അട്ടിക്കട്ടിക്ക് പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊക്കെ തോട്ട് നമ്മളെ മൈൻഡിൽ വരാം. പക്ഷേ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്. നമ്മൾ എന്തിനു പഠിക്കുന്നു, എന്തിനാണ് ഇത് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് പുഷ്പം പോലെ പാസ്സാവാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് അല്ലേ? മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഒരുപാട് സാധനം, നേച്ചർ പഠിക്കുന്നുണ്ട്, സിഗ്നിഫിക്കൻസ് പഠിക്കുന്നുണ്ട്, മെറിറ്റ്സ് പഠിക്കുന്നുണ്ട്, ടൈപ്സ് പഠിക്കുന്നുണ്ട്, ലെവൽസ് പഠിക്കുന്നുണ്ട്, ഒരുപാട് സാധനം പഠിക്കുന്നുണ്ട്. അത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്ത് നോക്കുക? ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ. ടീച്ചേഴ്സ് ലേറ്റ് ആയിട്ട് സ്കൂളിലേക്ക് എത്തുന്നു, എക്സാമുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കടയിൽ ആൾക്കാരില്ല, ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ആൾ വരുന്നില്ല, എല്ലാം തെറ്റും. അപ്പൊ എല്ലാ സ്ഥലത്തും എന്തുണ്ട്? മാനേജ്മെന്റ് ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനെന്തൊക്കെ വേണം? അങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മാനേജ്മെന്റ് ആശയങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ മാനേജ്മെന്റ് ഈസ് ഈസി. പിന്നെന്താ നമ്മൾ നോക്കേണ്ടത്? ലേണിംഗ് മാത്രമല്ല, കീവേഡ് ബേസിസിൽ നമ്മൾ പഠിക്കണം. എന്ത് ബേസിസിലാണ്? കീവേഡ് ബേസിസിൽ. അതായത് നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കുന്ന അധ്യാപകൻ സാറ് എപ്പോഴും നോക്കുക നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് മനസ്സിലായി എന്ന് അയാളെ മനസ്സിലാക്കാൻ നമുക്കുള്ള ഏറ്റവും വലിയ ബെറ്റർ മാർഗം എന്താണെന്നറിയോ? കീവേഡ് ബേസ് ചെയ്ത് പഠിക്കുക എന്നാ. മാനേജ്മെന്റ് നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്, പക്ഷേ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മനുഷ്യന്മാരിലൂടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതങ്ങോട്ട് കീവേഡായിട്ട് നമ്മളങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യും. കാരണം നിങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. സോ അതൊരു മെത്തേഡാണ്. പിന്നെന്താണ്? ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. എളുപ്പമല്ലേ? ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറേ ഫ്ലോ ചാർട്ട്സ് പഠിക്കാനുണ്ടാവും. ഫ്ലോ ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ കൃത്യമായി വരച്ച് പഠിക്കുമ്പോൾ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സെയിം പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. തിയററ്റിക്കൽ സബ്ജക്റ്റ് ആണെങ്കിലും കുറേ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിന്റ് വൈസ് പഠിക്കുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലണ്ടർ അടിച്ച് എഴുതിയതല്ല, പകരം ഇവന് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്, ഇവൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇവക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ട് എന്നുള്ളത് പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവാനുള്ള ബെറ്റർ ചാൻസ് ആണ് പോയിന്റ് വൈസ് പഠിക്കുക. ദെൻ കമ്പാരിസൺ ടേബിൾസ് ആണ്. ഒരു ചാപ്റ്ററിൽ തന്നെ പല സംഭവങ്ങൾ നമ്മൾ പഠിക്കും. ഇപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടാണോ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഫഷൻ ആണോ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇനി വേറെ എന്തെങ്കിലും ആണോ? ഇത് നമ്മൾ തിയററ്റിക്കലി പഠിക്കും. പക്ഷെ ഇതൊരു ടേബിൾ ആയിട്ട് നമ്മൾ കമ്പാരിസൺ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബേസിസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടാവും, അതിൻ്റെ ഇപ്പുറത്ത് മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ, മാനേജ്മെന്റ് ഈസ് ആൻ എംപ്ലോയ്മെന്റ്, ഏതിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ പിന്നെന്താണ്? ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ? നമ്മളുടെ റിവിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കാര്യങ്ങൾ മറന്നു പോവാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവിഷൻ. സോ ആ റിവിഷനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് പിന്നെയുള്ള മെത്തേഡാണ് പ്രാക്ടീസ് റൈറ്റിംഗ് ആൻസേഴ്സ്. ആൻസേഴ്സ് എഴുതി പഠിക്കുക.
നമ്മൾ വായിച്ച് നല്ലോണം പഠിക്കും അല്ലേ, നല്ല രീതിയിൽ നമ്മൾ വായിച്ചു പഠിക്കും, കുറേ പഠിക്കും, ബൈഹാർട്ട് ചെയ്യാൻ പഠിക്കും, ഒക്കെ പഠിക്കും. പക്ഷെ ഇതുവരെ നിങ്ങൾ എക്സാം എഴുതി പഠിച്ചിട്ടുണ്ടോ? നമുക്ക് മെയിനായിട്ട് ഇപ്പം തന്നെ മനസ്സിലാക്കാം 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെയോ നമ്മൾക്ക് മെയിനായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെയോ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെയോ 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എഴുതേണ്ട രീതി, 2 മാർക്ക് ക്വസ്റ്റ്യനിൽ 2 പോയിന്റ്സ് എന്തായാലും വേണം. സോ 3 മാർക്കിൽ 3 പോയിന്റ് വേണം, 5 മാർക്കിൽ 5 പോയിന്റ്സ് വേണം, 8 മാർക്സിൽ 8 പോയിന്റ്സ് വേണം. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൻസർ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഇടാൻ ടീച്ചർമാർക്ക് ഭയങ്കര തിടുക്കായിരിക്കും. കാരണം എന്താ, ഇത് കൃത്യമായി പോയിന്റ് വൈസ് പഠിച്ചിട്ടുള്ള കുട്ടിയാണ്, ഫുൾ മാർക്ക് അർഹിക്കുന്ന കുട്ടിയാണ് എന്നുള്ളതാണ് വരിക. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ദെൻ റിവിഷൻ നമ്മൾ പറഞ്ഞു, എല്ലാ ദിവസവും തലേന്ന് പഠിച്ചത് ഒരു 30 മിനിറ്റ് നമ്മൾ റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്താലുള്ള ഗുണം എന്താ മക്കളെ, മറന്നു പോവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, കൂളായിട്ട് ആദ്യം പേപ്പർ കിട്ടി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു സംഭവം നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണ് അല്ലേ, നമ്മളെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ എജുപോർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് ഉള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, വെയിറ്റേജ് കൂടുതലാണ്. പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കൂടുതലാണ്. സോ ഈ ചാപ്റ്ററിന് നമ്മൾ കൊടുക്കുന്ന കോൺസെൻട്രേഷനും കൂടുതലായിരിക്കണം. സോ ഇങ്ങനെ വെയിറ്റേജ് വെച്ച് പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും നമുക്ക് എളുപ്പമായിട്ട് ആൻസർ ചെയ്താനും പറ്റും. ഇത്തരത്തിലാണ് നമ്മൾ നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിനെ കംപ്ലീറ്റ്ലി അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെയോ ഇതാണ് നമ്മളുടെ ഒരു ഫ്ലോ ചാർട്ട്. അതായത് എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, അതിനെ വലിയ തിയറിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് മാറ്റുന്നതിന് പകരം നമ്മൾ അതിന് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെയോ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി പഠിക്കുന്നു, അത് റിവൈസ് ചെയ്യുന്നു. പിന്നെ ഷുവർ ഷോട്ടാണ്, ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. നമ്മൾ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു, ഇനി നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് പോകും, അതിവേഗം ബഹുദൂരം നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങി ഇനി നമ്മൾ സ്പീഡിൽ പോകും. ഓരോ ചാപ്റ്ററിലും എങ്ങനെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ പഠിക്കാം, എങ്ങനെ കമ്പാരിസൺ ടേബിൾസ് ഉണ്ടാക്കാം, എങ്ങനെ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാം, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ +2 ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കും. അത് മാത്രമായിരിക്കണം നമ്മളുടെ ഇന്റൻഷൻ. സോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സൂപ്പറായിട്ട് പഠിക്കുക, കൂടെ തന്നെ ഉണ്ടാവും. ഓൾ ദി വെരി ബെസ്റ്റ്.